മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 79. അവരൊരിക്കലും വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ണ. ഒരു ലേഡീസ് ഹോസ്റ്റലിൽ കയറി കയ്യേറ്റം ചെയ്യാൻ നോക്കിയവർക്ക് എന്തുകൊണ്ട് വീട്ടിൽ വന്നൂടാ? അച്ചുവിനായിരുന്നു ആ സംശയം. തുണിയെടുപ്പിൻ്റെ അന്ന് രാത്രി സഹറിനെക്കുറിച്ച് സംസാരിക്കുവാനായി വീടിൻ്റെ മുറ്റത്ത് ഒന്നിച്ചു കൂടിയതായിരുന്നു മേലിടത്തെ കൊച്ചുമക്കൾ. നമ്മുടെ തറവാട്ടിൽ കയറി കളിക്കാൻ അവർ ധൈര്യപ്പെടുമെന്ന് എനിക്കെന്നെ തോന്നുന്നില്ല അച്ചു. കാരണം സ്ഥലം സർക്കിളിൻ്റെ വീട്ടിൽ കയറി അവരാ മണ്ടത്തരം ചെയ്യുവോ? വിവേക് തൻ്റെ അഭിപ്രായം ഉടൻ തന്നെ വ്യക്തമാക്കി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ഒന്നും നമ്മൾ കരുതിയിരിക്കുന്നതായിരിക്കും നല്ലത്. സഹറിനെ ഒരിക്കലും ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടരുത്. അതും അവളുടെ വീട്ടുകാരുടെ കാര്യങ്ങളിൽ ഒരു നീക്കുപോക്കുണ്ടാകുന്നിടം വരെ. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരുന്ന കണ്ണൻ നെറ്റിയിൽ കൂടി വിരലുകൾ ഓടിച്ചു. ആ കൊച്ചന്ന് തന്നെ അവർക്കൊരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഇന്നിത് ഇത്രയ്ക്കൊന്നും വരില്ലായിരുന്നു. വിപിൻ അസ്വസ്ഥതയോടെ കണ്ണനെ നോക്കി. അതൊരു പാമ്പിടിച്ച കൊച്ചാടാ വിപിനെ. ഹോസ്റ്റലിൽ കയറി ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ പേടിച്ചു പോയി കാണും. അനിരുദ്ധ് അടുത്തിരുന്ന പങ്കുവിൻ്റെ തോളിലൊന്ന് കൈയിട്ടുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. ഞാൻ കാരണം നിങ്ങൾക്കെല്ലാം ഒരു ബുദ്ധിമുട്ടായല്ലേ? എല്ലാം കേട്ടുകൊണ്ടിരുന്ന പങ്കുവിൻ്റെ മുഖം പൊടുന്നനെ വല്ലാതായി. ഒന്ന് പോടാപ്പാ, അവൻ്റെ ഒരു ഉണക്കമേലെ ബുദ്ധിമുട്ട്. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കണം മിസ്റ്റർ. എന്നാലും നിൻ്റെ ഒരു ഭാഗ്യവേ, ഒരു ഐ ലവ് യു പോലും പറഞ്ഞില്ല. അതിന് മുന്നേ തന്നെ കാമുകിയെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി തന്നു ഞങ്ങളുടെ ചുമ്മു. അച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആ ചിരിയിൽ എല്ലാവരും പങ്കുചേർന്നു. അത് പിന്നെ അങ്ങനെയല്ലേടോ അവള്. അവൾക്ക് വേണ്ടി ഒഴിച്ച് എല്ലാവർക്കും വേണ്ടി പെണ്ണ് എന്തും ചെയ്യും. അവളെപ്പോലെ ഒരെണ്ണത്തിനെ അനിയത്തിയായി കിട്ടിയതൊക്കെ നമ്മുടെ ഭാഗ്യമാണ്. പക്ഷെ ഇത്രയും നാളായിട്ട് നമ്മൾ നമ്മുടെ ചുമ്മുവിന് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല കേട്ടോ. ഒട്ടൊരു സങ്കടത്തോടു കൂടിയാണ് വിവേക് അത് പറഞ്ഞത്. സത്യവാ. അച്ചുവും അത് ഏറ്റു പറഞ്ഞു. എല്ലാവരുടെയും പവിത്രമായ പ്രേമത്തിന് നിൽക്കുന്നവൾ എൻ്റേത് മാത്രം എന്നാണോ ഇനി കണ്ണു തുറന്നു കാണുന്നത്? മനസ്സിലാണ് പിറുപിറുത്തെങ്കിലും കണ്ണൻ്റെ നോട്ടം അപ്പോൾ ഉമ്മറത്തു നിന്നും പടികളിറങ്ങി അങ്ങോട്ടേക്ക് നടന്നു വരുന്ന ചുമ്മുവിൻ്റെ മേലായിരുന്നു. ഹായ് ഗൈസ്, എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന? അവരുടെ നടുവിലായി കിടന്നൊരു കസേരയിലേക്ക് കയറിയിരുന്നു കൊണ്ട് പെണ്ണിൽ അവരെയും നോക്കി ഒരു ചെറു പുഞ്ചിരി നൽകി. വെറുതെ നിന്നെ പിടിച്ച് വേറെ കെട്ടിച്ചാലോ എന്നൊരാലോചന. നീ എന്തു പറയുന്നു? അച്ചു ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് ചിരിച്ചു. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ വരുന്നവൻ ആരാണേലും ആളെ മേലിടത്ത് താമസിപ്പിക്കണമെന്നേ എനിക്കുള്ളൂ. അത് പറഞ്ഞിട്ട് പെണ്ണ് തനിക്ക് മുൻപിലായിരിക്കുന്ന കണ്ണനെ ഒന്ന് പാളി നോക്കി. ചെക്കൻ യാതൊരു ഭാവഭേദങ്ങളും കൂടാതെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് സെറ്റ്. നമ്മുടെ ചുമ്മുവിൻ്റെ ഈ ഒരു ആഗ്രഹമെങ്കിലും നടത്തിക്കൊടുത്തില്ലെങ്കിൽ നമ്മളൊക്കെ അവിടെ ചേട്ടന്മാരാണെന്ന് പറഞ്ഞ് എന്തിനാ വെറുതെ നടക്കുന്നേ അല്ലേടാ? വിവേക് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അരികിലിരുന്ന കണ്ണനെ ഒന്ന് നോക്കി. അതെ, ഇഷ്ടമില്ലാതെ വെറുതെ ഞങ്ങളുടെ കണ്ണനെ കെട്ടി വെറുതെ ജീവിതം നശിപ്പിക്കേണ്ടല്ലോ. അച്ചുവും അതിന് കോറസ് പാടി. അത് പച്ചയായ ഒരു സത്യം തന്നെ. അവർക്ക് മുന്നിൽ ഒത്തും താന്നു കൊടുക്കാൻ വയ്യുന്ന രീതിയിൽ പെണ്ണും അതിൻ്റെ കൂടെ കൂടി. കണ്ണൻ മാത്രം നിശബ്ദനായി ഒരു ചെറു പുഞ്ചിരിയോടെ അവളെ നോക്കിക്കൊണ്ടിരുന്നു. കാരണം മുൻപൊക്കെ താനിരിക്കുന്നിടത്തേക്ക് അറിയാതെ പോലും വരാത്തവളാണ്. തൻ്റെ നിഴല് കണ്ടാൽ പോലും വെറുപ്പോടെ മുഖം തിരിച്ചുകൊണ്ട് നടക്കുന്നവളാണ്. ആ പെണ്ണാണിപ്പോൾ തന്നെ കളിയാക്കാൻ വേണ്ടിയാലും ഇങ്ങനെ അടുത്തു വന്നിരിക്കുന്നത്, തന്നെ നോക്കുന്നത്, ചിരിക്കുന്നത്. കണ്ണൻ ആ ഓർമ്മയിൽ തന്നെ മനസ്സൊന്ന് തണുത്തു. അപ്പോൾ സെറ്റ്. കല്യാണത്തിൻ്റെ അന്ന് തന്നെ വേറൊരു ചെക്കനെ തപ്പി കണ്ടുപിടിക്കാമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നിനക്ക് നിൻ്റെ ചെക്കനെക്കുറിച്ച് വല്ല സ്വപ്നങ്ങളും ഉണ്ടോടി ചുമ്മുവേ? വാരാൻ കിട്ടിയ സമയം നല്ലതുപോലെ വിപിൻ അങ്ങ് ഉപയോഗിച്ചു. പിന്നെ ഇല്ലാതിരിക്കുമോ? ചെക്കന് നല്ല ഹൈറ്റ് വേണം, കട്ട മീശ വേണം, കാണാൻ സുന്ദരനായിരിക്കണം, കളരിയൊക്കെ പഠിച്ചതാണെങ്കിൽ ഒന്നുകൂടെ പൊളിക്കും. പറയുമ്പോഴും പെണ്ണിൻ്റെ കണ്ണുകൾ സ്വയം അറിയാതെ തന്നെ കണ്ണൻ്റെ മുഖത്തേക്ക് പാളി വീഴുന്നുണ്ടായിരുന്നു.
ഷെടാ, ഇതിനിപ്പോൾ നീ പറഞ്ഞതല്ല എൻ്റെ കണ്ണേട്ടനുള്ള കാര്യങ്ങളാ. ഇനിയിപ്പോൾ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ കണ്ണനേട്ടൻ പോലെയുള്ള ഒരാളെ എവിടെ നിന്ന് നമ്മൾ തപ്പി കണ്ടുപിടിക്കും? പങ്കു അതും പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. മിണ്ടാതിരിയടാ. അപ്പോൾ തന്നെ അവൻ്റെ മുതുകിന് മുകളിലേക്ക് പെണ്ണിൻ്റെ കൈ പൊങ്ങി താഴ്ന്നിരുന്നു. നിങ്ങൾക്കൊന്നും കിടക്കാറായില്ലേ? നാളെ എല്ലാത്തിനും ഓഫീസിൽ പോകണമെന്നൊരു വിചാരവും ഇല്ല. ഉമ്മറപ്പടികളിൽ നിന്നും നാരായണിയമ്മയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടപ്പോഴാണ് എല്ലാവരും മെല്ലെ അവിടെ നിന്നും അനുസരണയോടെ എഴുന്നേറ്റത്. അപ്പോൾ ഗുഡ് നൈറ്റാ. സംസാരിച്ചിരുന്ന് ഇത്രയും നേരമായത് അറിഞ്ഞേയില്ല. കയ്യിൽ കെട്ടിവെച്ചിരിക്കുന്ന വാച്ചിലെ സമയം 12 മണി കഴിഞ്ഞു എന്നത് അപ്പോഴാണ് അച്ചു ശ്രദ്ധിച്ചത് തന്നെ. ഗുഡ് നൈറ്റ്. പങ്കുവും കണ്ണനും ചുമ്മുവും കൂടി പോകുന്നവരെ ഒന്ന് നോക്കിയിട്ട് നേരെ തറവാട്ടിലേക്ക് നടന്നു. അതേ, എൻ്റെ ഏട്ടന്മാരെ, എനിക്ക് വേറെ ചെക്കന്മാരെ നോക്കാൻ പോവാന്ന് കേട്ടോ. അത്രയും നേരം ഉമ്മറത്ത് തങ്ങളെ നോക്കി നിന്ന നാരായണിയമ്മയുടെ പുറകെ കയറിപ്പോകുന്ന പങ്കുവിനെ ഒന്ന് പാളി നോക്കിയിട്ട് ഒപ്പം നടന്നു വരുന്നവനോട് രഹസ്യമായി അവൾ ചൊല്ലി. അതെയോ, നല്ല കാര്യം. കണ്ണൻ അവളെ അഭിനന്ദിച്ചു. ഹ, പോളിയായിരിക്കും അല്ലേ? എന്നാലും എൻ്റെ ഒരു ഭാഗ്യവേ. അറിഞ്ഞുകൊണ്ട് വീണ്ടും ചെക്കനോട് ചൊറിയാൻ ചെന്നു പെണ്ണ്. പെണ്ണെ, ഇതിനും വലിയ ഭാഗങ്ങൾ സ്വപ്നങ്ങളിൽ മാത്രം. അതിന് അവളെ പ്രോത്സാഹിപ്പിക്കുകയാണ് കണ്ണൻ ചെയ്തത്. എൻ്റെ കല്യാണം കഴിഞ്ഞാലേ കണ്ണേട്ടൻ എന്തു ചെയ്യും? ഉമ്മറപ്പടികൾക്ക് മുൻപിൽ ചെന്നതും ചുമ്മാ ഒട്ടൊരു സംശയത്തോടെ അവനെ നോക്കി പുരികം പൊക്കിക്കാട്ടി. മാധവ അതിനുള്ള മറുപടി നൽകിയില്ല. പകരം കൈകൾ രണ്ടും നെഞ്ചിനു മുകളിൽ പിണച്ചു കെട്ടിക്കൊണ്ട് അവളെ തന്നെ നോക്കിയിരുന്നു, ഒട്ടൊരു ചെറുചിരിയോടെ. പറയ് കണ്ണേട്ടാ, എന്തു ചെയ്യും? കണ്ണേട്ടന് സങ്കടാവോ? അവന് നേരെ നിന്നുകൊണ്ട് പെണ്ണ് വീണ്ടും ചോദ്യങ്ങൾക്ക് മേൽ ചോദ്യങ്ങൾ നിരത്തി, ഒട്ടൊരു കുറുമ്പോടെ. പക്ഷെ അപ്പോഴേക്കും മാധവ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി എന്നല്ലാതെ ഒരു വാക്കുപോലും സംസാരിച്ചില്ല. ആദ്യമൊക്കെ ഇത്തിരി സങ്കടം തോന്നുമായിരിക്കല്ലേ. എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ശാലീന സുന്ദരിയെ കിട്ടി സുഖമായിട്ടങ്ങ് ജീവിക്കും. അപ്പോൾ ഈ വേദോട്ടി എന്നൊക്കെയുള്ള ഈ വിളി പറയാൻ വന്നത് പെണ്ണിനെ കൊണ്ട് പൂർത്തിയാക്കുവാൻ കണ്ണൻ സമ്മതിച്ചില്ല. അതിനു മുൻപേ തന്നെ അവളെ ശക്തിയോടെ പിടിച്ചു വലിച്ച് സോപാനപ്പടികളുടെ താഴെയായിട്ടുള്ള ഇരുട്ട് ഭാഗത്തേക്ക് കണ്ണൻ കൂട്ടിക്കൊണ്ടു പോയിരുന്നു. കണ്ണനിൽ നിന്നുള്ള ആ പ്രവൃത്തി അപ്രതീക്ഷിതമായതിനാലാവാം ചുമ്മാ ഒരു നിമിഷത്തേക്ക് അമ്പരപ്പെട്ടു പോയി. മോളെ, പറഞ്ഞ് നീ എങ്ങോട്ടടി കാട് കയറിപ്പോന്നേ? അവളിലേക്ക് ആഞ്ഞു നിന്നുകൊണ്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നവൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരിക്കുന്നത് ഉമ്മറപ്പടികളിൽ നിന്നും തെറിച്ചു വരുന്ന വെട്ടത്തിൽ അവൾക്ക് കാണാനായി. ആരെയും ഇതുവരെ ഒന്നും വിളിക്കാത്ത കണ്ണൻ്റെ വേറൊരു ഭാവം ചുമ്മാ ഇത്തിരി ഞെട്ടലുണ്ടാക്കി. അതും ജീവിതത്തിൽ ആദ്യമായി. എൻ്റെ പൊന്നുമോള് സ്വയം ഒന്ന് ചോദിച്ചു നോക്ക്, എൻ്റെ സ്ഥാനത്ത് നിനക്ക് വേറെ ഒരാളെ സങ്കല്പിക്കാൻ സാധിക്കുമെന്ന്. എന്നിട്ട് വന്ന് എന്നെ വേറെ കെട്ടിക്കാൻ നോക്കടി, അവിടെ ഒരു കോപ്പിലെ. ബാക്കിയവൻ പറഞ്ഞില്ല. പെണ്ണിൻ്റെ നെറുകയിൽ അമർത്തിയൊരു ചുമ്മനം നൽകിയിട്ട് വെട്ടിത്തിരിഞ്ഞ് നടന്നുപോയി. ഇവിടിപ്പോൾ എന്താ സംഭവിച്ചേ? നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അവൾക്ക് വീണ്ടും 2-3 നിമിഷങ്ങൾ കൂടി വേണ്ടി വന്നു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ, അടുത്ത ഭാഗങ്ങളുമായിട്ട് വേഗം വരാവേ. അപ്പോൾ ബൈ ബൈ. പിന്നെ സ്റ്റോറി ഇഷ്ടമായാലേ 2 വരി എനിക്ക് വേണ്ടി കുറിച്ചിട്ട് പോണേ.